സ്കൂളിലെ ഓണാഘോഷത്തെക്കുറിച്ച് വർഗീയ പരാമർശം നടത്തിയ അധ്യാപകരെ സംരക്ഷിച്ച് SDPI. അധ്യാപികമാരുടെ പരാമർശത്തിൽ വർഗീയ ചേരിതിരിവ് ഇല്ലെന്നാണ് SDPIയുടെ വാദം. സ്കൂളിനും അധ്യാപികമാർക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും SDPI വ്യക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരാണ് വർഗീയ പരാമർശം നടത്തിയത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. സ്കൂളിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരാണ് ഈ വിഷലിപ്തമായിട്ടുള്ള അല്ലെങ്കിൽ കടുത്ത വർഗീയത തുപ്പുന്ന പരാമർശങ്ങൾ സ്കൂളിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നടത്തിയത്. അതായത് ഓണാഘോഷം ഹിന്ദുക്കളുടേതാണെന്നും അതിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള കുട്ടികൾ പങ്കെടുക്കേണ്ടതില്ലെന്നും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അവരുടെ രക്ഷിതാക്കൾ അതിന് തയ്യാറാവണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകരായിട്ടുള്ള ഹദീജ, ഒപ്പം തന്നെ ഹക്സ എന്നിവർ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശമായിട്ട്, അതായത് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഒപ്പം തന്നെ PTA ഭാരവാഹികളും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങളായിട്ട് അയച്ചത്. ഈ സന്ദേശം പുറത്തു വന്നതോടെ സംഭവം വലിയ വിവാദമായിരുന്നു. രണ്ട് അധ്യാപകരെ ഗത്യന്തരമില്ലാതായതോടെ, പ്രതിഷേധങ്ങൾ തുടർക്കഥയായതോടുകൂടി ഗത്യന്തരമില്ലാതെ സിറാജുൽ ഉലൂം സ്കൂളിലെ ഭരണസമിതി ഈ രണ്ട് അധ്യാപകരെ പുറത്താക്കി. ഈ അധ്യാപകരെ പുറത്താക്കിയതിനു ശേഷം ഖദീജ, ഹക്സ എന്നീ അധ്യാപകർക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഖദീജയ്ക്കെതിരെയാണ് FIR ഉള്ളത്. ഒപ്പം തന്നെ ഹക്സയ്ക്കെതിരെയും കേസുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെ ഇപ്പോൾ ഇവർക്ക് പിന്തുണയുമായിട്ട്, പൂർണ്ണ പിന്തുണയുമായിട്ട് SDPI എത്തുകയാണ്. ഈ SDPI ഏത് അളവുകോലിലാണ് ഈ വർഗീയത എന്ന് അളക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്കും വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപകർ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പങ്കുവെച്ചത്. എന്തായാലും ഈ അധ്യാപകരുടെ വീട്ടിലെത്തിയാണ് SDPI ഇപ്പോൾ പിന്തുണ അറിയിച്ചിട്ടുള്ളത്. അതായത് പോലീസ് എടുത്തിട്ടുള്ള കേസ് പുനഃപരിശോധിക്കണമെന്ന് കൂടി ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ SDPI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും, അതായത് ഈ സസ്പെൻഷനിലായിട്ടുള്ള ഖദീജ, ഹക്സ എന്നീ അധ്യാപകർക്ക് വേണ്ട പിന്തുണയും ഒപ്പം സ്കൂൾ മാനേജ്മെന്റിനും പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ വിവാദമായിരുന്നു ഈ അധ്യാപകരുടെ പ്രസ്താവനകളൊക്കെ. ഈ പ്രസ്താവനകൾ കേരള മനസാക്ഷിയെ, മലയാളിയുടെ മനസാക്ഷിയെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് പോലും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന, LP വിഭാഗം കുട്ടികൾ വരെ പഠിക്കുന്ന സ്കൂളിലാണ് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയിട്ടുള്ളത്. അതായത് ഇവർ പറഞ്ഞിട്ടുള്ളതിന്റെ സാരാംശം, കുട്ടികൾക്ക് ഈ ആഘോഷങ്ങളെക്കുറിച്ച് കൃത്യതയുള്ള ബോധ്യമുണ്ടാവില്ല. അവരെ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഓരോ രക്ഷിതാക്കൾക്കുമാണ്. ഇതിനു മുൻപ് എല്ലാ വർഷങ്ങളിലും ഓണാഘോഷം സ്കൂളിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു വരാറുണ്ട്. എന്നാൽ ഇനിയും അത് വേണ്ട എന്നാണ് സിറാജുൽ ഉലൂം സ്കൂളിലെ ഭരണസമിതിയുടെയും മാനേജ്മെന്റിന്റെ തീരുമാനമെന്നാണ് ഈ അധ്യാപകർ അതിനകത്ത് പങ്കുവച്ചിട്ടുള്ള ശബ്ദ സന്ദേശത്തിലുള്ളത്. ഒപ്പം തന്നെ ആ മാനേജ്മെന്റിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് നമ്മളെല്ലാം തയ്യാറാവേണ്ടതെന്നും പട്ടുപാവാട അടക്കം തുന്നാനായിട്ട് നമ്മുടെ പല കുട്ടികളും കൊടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാകണമെന്നടക്കമാണ് ഈ അധ്യാപകർ ഈ ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ അധ്യാപകർക്ക് പിന്തുണയുമായി ഇപ്പോൾ SDPI വന്നിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യാപകർക്ക് അവർ തന്നെ പിന്തുണ നൽകുന്നു, അവർക്ക് വേണ്ട സംരക്ഷണം നൽകുന്നു. എത്രയും വേഗം സസ്പെൻഷൻ ആയിട്ടുള്ള അധ്യാപകരെ എത്രയും വേഗം തിരിച്ചെടുക്കാൻ സിറാജുൽ ഉലൂം സ്കൂളിലെ ഭരണസമിതി തയ്യാറാവണമെന്നും SDPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ സാനു, അത് മാത്രമല്ല, അധ്യാപകർ എന്ന് പറയുന്നത് അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ തുല്യമായിട്ടാണ് കുട്ടികൾ കാണുന്നത്. അവർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ മറ്റൊരു കുടുംബം പോലെയാണ് അവിടെ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ചേരിതിരിവ് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് എത്രമാത്രം ആപത്കരമാണ് എന്നുള്ളതാണ്. സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ കുട്ടികളിൽ തന്നെ രണ്ട് തട്ടായി തിരിക്കുന്നു. അതിൽ ആരൊക്കെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണം, മറ്റുള്ളവർ മാറി നിൽക്കേണ്ടത് എന്തുകൊണ്ടാണ്, ഹിന്ദുക്കളുടേതാണ് ഓണാഘോഷം, മറ്റുള്ളവർ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. നേരത്തെ സാനു തന്നെ സൂചിപ്പിച്ചതുപോലെ കൊച്ചുകുട്ടികളാണ്, അവർക്ക് ഈ ഓണാഘോഷം വരുമ്പോൾ പുത്തൻ ഉടുപ്പുകളും ഒക്കെ ഇടാൻ വലിയ താല്പര്യം കാണും. അത്തരത്തിലാണ് ഈ പട്ടുപാവാട അടക്കമുള്ളവ തുന്നാൻ കൊടുക്കുന്നതൊക്കെ. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം, അവരെ അതിലേക്ക് കടത്തി വിടണ്ട എന്ന് വരെ പറയണമെങ്കിൽ എത്രമാത്രം ഈ അധ്യാപകരുടെ മനസ്സിൽ ആ വർഗീയത കടന്നുകൂടിയിട്ടുണ്ട്. അത് അനുകൂലിച്ചുകൊണ്ട് SDPI രംഗത്ത് വരണമെങ്കിൽ അവരുടെ ഉദ്ദേശം കൂടി എന്താണ് ഈ സമൂഹത്തിലേക്ക് പകരാനുള്ളത് എന്നുകൂടിയല്ലേ സാരു വ്യക്തമാകുന്നത്. എത്രമാത്രം ആപത്കരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.
ആ ശബ്ദ സന്ദേശം കേട്ടാൽ നമുക്ക് മനസ്സിലാകും അത്യന്തം വിനാശകരമായിട്ടുള്ള ശബ്ദ സന്ദേശമാണ് അവർ ഈ അധ്യാപകരായിട്ടുള്ള ഹക്സയും ഒപ്പം തന്നെ ഖദീജയും ഒക്കെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുള്ളത്. SDP-യുടെ രാഷ്ട്രീയ ഉദ്ദേശമൊക്കെ നമുക്ക് മലയാളികൾക്കെല്ലാം അറിയാം. ഭാരതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് SDP-യുടെ നിലപാടുകളൊക്കെ. അപ്പോൾ SDP വന്നു എന്നുള്ളത് അവരതിനകത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് SDP വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ SDP-യുടെ പിന്തുണ ഈ സ്കൂളിന് നേരത്തെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോഴേക്കും SDP ചായ്വുള്ള അധ്യാപകരാണ് ഇവരൊക്കെ എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കൂടി വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അത്യന്തം വിനാശകരമായിട്ടുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടാൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓണാഘോഷമൊക്കെ അവർ പിന്നീട് നടത്തിയെങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അടക്കം ഈ ഓണാഘോഷ ദിവസം കഴിഞ്ഞ 28-ാം തീയതി സ്കൂളിൽ നേരിട്ട് ചെന്നിട്ടാണ് ഈ ഓണാഘോഷമൊക്കെ അവിടെ നടത്തിയത്. എന്നാൽ അവിടെ ഈ ഒരു സ്കൂളിനെതിരെ ഇത്തരം വിനാശകരമായിട്ടുള്ള അല്ലെങ്കിൽ ആപത്കരമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ പങ്കുവെച്ച് അല്ലെ അത്തരം നിലപാടുകളുമായിട്ട് നടക്കുന്ന സ്കൂളിനെതിരെ ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളത് അതിൽ ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആണ് അവർ അതിലേക്ക് കടക്കാത്തത്, എന്തുകൊണ്ടാണ് ആ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാത്തതെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അത്ഭുതകരമായിട്ട് അല്ലെ അത്ഭുതമായിട്ട് തന്നെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഇത്രയും അധികം ചേരിതിരിവ്, അതായത് LP വിഭാഗം കുട്ടികൾ മുതൽ പഠിക്കുന്ന സ്കൂളിൽ ഇത്രയധികം ചേരിതിരിവ് ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ അധ്യാപകരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എന്തായാലും വലിയൊരു വിവാദമായ സംഭവം അതിലേക്ക് SDP കൂടി കടന്നു വരുന്നു. ഒരു ഭാഗത്തെ കേസുണ്ട്, കേസിന്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് പോലീസും അറിയിക്കുന്നു. എന്തായാലും അധ്യാപകർക്ക് ഇപ്പോൾ പൂർണ്ണ പിന്തുണയാണ് SDP നൽകുന്നത്. ഒപ്പം സ്കൂൾ മാനേജ്മെന്റിനും അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത്തരത്തിൽ അധ്യാപകരുടെ ഈ ഒരു നിലപാട് മാറ്റേണ്ടത് തന്നെയാണ്. കാരണം കുഞ്ഞു കുട്ടികളാണ് സ്കൂളിലുള്ളത്. അവരിൽ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഓണാഘോഷം എല്ലാവർക്കും ഉള്ളതാണ്. തീർച്ചയായും 1961 മുതൽ നമ്മളെ സംസ്ഥാനത്തിന്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, അത് മറക്കരുത്. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അതിൽ പങ്കെടുക്കേണ്ടതും ആണ്.